ഖത്തറിനെതിരെ ഇന്ന് ഇറാനിൽ നിന്നുണ്ടായത് 2 മിസൈൽ ആക്രമണങ്ങൾ. മിസൈലുകളെ സായുധ സേന ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പുലർച്ചെയായിരുന്നു ആക്രമണങ്ങൾ. ഇന്ന് ഖത്തറിൽ നിന്ന് 850 ഇന്ത്യക്കാർ കൂടി നാട്ടിലെത്തി. നാളെയും ഇന്ത്യയിലേക്ക് വിമാനമുണ്ട്. ഖത്തറിൽ നിന്ന് സൗദി കരാതിർത്തി വഴി നാട്ടിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനിടെ നിലവിലെ സാഹചര്യങ്ങൾക്കിടയിലും റമദാൻ അവസാനമായതോടെ രാജ്യത്തെ ഷോപ്പിംഗ് മാളുകളിലും വിപണികളിലും തിരക്കേറി തുടങ്ങി. വിവരങ്ങളുമായി അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഇന്നലെ നമ്മൾ ഖത്തറിലെ കാര്യം സംസാരിച്ചപ്പോൾ അവിടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറി മറയുകയാണ്. ഇന്ന് എത്ര ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്? ഹരി, ഇന്ന് പുലർച്ചെയായിരുന്നു ഇറാനിൽ നിന്നുള്ള ഖത്തറിന് നേരെയുള്ള ആക്രമണം. പുലർച്ചെ 1:30 ഈ ആക്രമണം ഉണ്ടായത്. ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. രണ്ടാമത്തേത് പുലർച്ചെ 5:45 കൂടിയായിരുന്നു. ഈ 2 ആക്രമണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഒരു ആക്രമണവും ഈ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടില്ല. ഈ 2 ആക്രമണങ്ങളുമായിട്ട് എത്ര മിസൈലുകൾ അല്ലെങ്കിൽ എത്ര ഡ്രോണുകൾ എത്ര ആയുധങ്ങളാണ്, എത്ര മിസൈലുകളാണ് ഇങ്ങോട്ട് ഉപയോഗിച്ചിരുന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്രമണം നിർവീര്യമാക്കി എന്ന് പറയുകയും അതിന് പിന്നാലെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എത്ര മിസൈലുകൾ നിർവീര്യമാക്കി എന്നുള്ള കണക്കുകൂടി പ്രതിരോധ മന്ത്രാലയം പങ്കുവെക്കാറുണ്ട്. ഏതായാലും ഇത് ഈ പുലർച്ചെ നടന്ന ഈ 2 ആക്രമണങ്ങൾക്ക് ശേഷം കാര്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഖത്തറിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തമായ ദിവസമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം അന്നേ ദിവസം 24 മണിക്കൂറിനിടെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഖത്തറിന് നേരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും 2 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അതിനുശേഷം ഇതുവരെ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ 26 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ഇന്നലെ ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ താനിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. 600ഓളം ഇടങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ സുരക്ഷാ സാഹചര്യം വളരെ സ്റ്റേബിളാണ് എന്നും ആളുകൾ യാതൊരു തരത്തിലുള്ള ആശങ്കക്കും വേണ്ടതില്ല എന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിൻ്റെ റിസർവുകൾ, ഭക്ഷ്യ റിസർവുകൾ, അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട റിസർവുകൾ, ഇങ്ങനെയുള്ള രാജ്യത്തിൻ്റെ കരുതൽ ശേഖരങ്ങളെല്ലാം, മെഡിക്കൽ അടക്കമുള്ള കരുതൽ ശേഖരങ്ങളെല്ലാം വളരെ വളരെ പര്യാപ്തമാണ്. 1.5 വർഷത്തേക്കുള്ള ഭക്ഷ്യശേഖരം ഉണ്ട് എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത്. ഏതായാലും ഇതാണ് ഇതുവരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് 850 പേർ കൂടി ഇന്ത്യക്കാർ കൂടി നാട്ടിലെത്തുകയുണ്ടായി. നാളെയും ന്യൂഡൽഹിയിലേക്ക് ഇവിടെ നിന്ന് ഖത്തർ എയർവേസിൻ്റെ വിമാനമുണ്ട്. അതുപോലെ മറ്റന്നാൾ കൊച്ചിയിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും വിമാനങ്ങളുണ്ട്. ഇതുവരെ 4000-ലേറെ ഇന്ത്യക്കാർ, ഇവിടെ കുടുങ്ങിയ ഇന്ത്യക്കാർ, അതുപോലെ തന്നെ ഹ്രസ്വകാല വിസയിൽ എത്തിയവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി എന്നാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഖത്തർ എംബസി വഴി പോകുന്നതും അതുപോലെ സൗദി കരാതിർത്തി വഴിയും അബു സമ്ര അതിർത്തി വഴിയുമാണ് ഇന്ത്യക്കാർ നാട്ടിലേക്ക് തിരിക്കുന്നത്. ഈ സൗദി കരാതിർത്തി വഴി പോകുന്ന ആളുകൾക്ക് ഇന്ത്യൻ എംബസി ഇന്നൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. പാസ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട അതേപോലെ അപ്രൂവ്ഡ് ട്രാൻസിറ്റ് വിസയും ഈ യാത്രക്ക് പോകുന്ന ആളുകൾ കൈവശം കരുതണമെന്നാണ് പ്രധാനമായിട്ടും ഈ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഖത്തറിനെതിരെ ഇന്നും ഇറാനിൽ 2 മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിസൈലുകളെ സായുധ സേന ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയതായാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. പുലർച്ചെയായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായത്. ഇന്ന് ഖത്തറിൽ നിന്ന് 850 ഇന്ത്യക്കാർ കൂടി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെയും ഇന്ത്യയിലേക്ക് വിമാനമുണ്ട്. ഖത്തറിൽ നിന്ന് സൗദി കരാതിർത്തി വഴി നാട്ടിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്.